ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന ശശി തരൂർ നിലവിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തരൂർ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുന ഖാർഗെയോട് പൊരുതി നിന്ന ശശി തരൂർ ഇപ്പോൾ ഒരു വലിയ വിവാദ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് കയറ്റിവിടുന്നത്, പാർലമെന്റിലേക്ക് അയക്കുന്നത് വെറുതെയാണെന്നും അവർ പാർലമെന്റിലെ വെറും വേസ്റ്റ് ആണെന്നും ശശി തരൂർ ഒരു വിവാദ പ്രസ്താവന ഇറക്കുകയുണ്ടായി. അതിൽ കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിന് പുറത്തുമൊക്കെ വലിയ വിയോജിപ്പും പലരും അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇതിന് തക്ക മറുപടിയുമായി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കുന്ന D രാജയുടെ ഭാര്യയായ ആനി രാജ ശക്തമായ പ്രതികരണം നൽകിയത്. അതായത് ആനി രാജ പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യം അതിൻ്റെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവാത്ത, അതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാവാത്ത ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ പ്രസ്താവനകൾ ഇറക്കുവാൻ സാധിക്കൂ എന്ന് ആനി രാജ പറയുന്നു. കൂടാതെ അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അത് ശശി തരൂർ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ സമരമുഖങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ തീർക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇടതുപക്ഷമാണ്. തങ്ങൾ നെഞ്ചുവിരിച്ചു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിലടക്കം കോൺഗ്രസിനും UDFനും ഒക്കെ വലിയ സമരങ്ങൾ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി നടത്തുവാൻ സാധിക്കുന്നത്. കൂടാതെ ആനി രാജ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാസപരമായ ആരോപണം ഇങ്ങനെയാണ്: ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ സമരമുഖങ്ങളിൽ സജീവമായി നിന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ നിരവധി കേസുകൾ, അവർക്ക് വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളോ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുവാൻ പോകുന്ന, അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഉണ്ടോ എന്ന പരിഹാസ്യപരമായ ഒരു ചോദ്യത്തോടു കൂടി, ഒരു ആരോപണത്തോടു കൂടിയാണ് ശശി തരൂരിന്റെ ഈ വേസ്റ്റ് എന്ന ആരോപണത്തിന് ആനി രാജ മറുപടി നൽകിയിരിക്കുന്നത്. ഈ രാജ്യം ഇന്ന് കടന്നു പോകുന്ന ഇരുണ്ട നാളുകളെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഗൗരവത്തിൽ കാണാത്ത ഒരു മനുഷ്യന് മാത്രമേ അത്തരത്തിലൊരു കമൻറ്റ്, ഫാസിസ്റ്റ് ശക്തികളോട് ഏറ്റുമുട്ടി എല്ലാവിധ മർദ്ദനങ്ങളും അനുഭവിക്കുന്ന, കേസുകൾ അനുഭവിക്കുന്ന അതാര് എന്നുള്ള ചോദ്യം ശശി തരൂരിനോട് ചോദിക്കുവാണ്. രാഹുൽ ഗാന്ധിക്കെതിരായി ഏത് കേസാണ് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി പോരാടിയതിൻ്റെ പേരിൽ വന്നിരിക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയും സഹായവും ഇല്ല എങ്കിൽ കോൺഗ്രസിന് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇടതുപക്ഷം മുന്നിട്ട് നെഞ്ചുറപ്പോടെ നിൽക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ഈ ഫാസിസത്തിനെതിരായുള്ള മതേതരത്വം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്കും കോൺഗ്രസ് മുൻനിരയിൽ നിൽക്കുന്നില്ല. CAA പോലും നിശബ്ദതയാണ് കോൺഗ്രസ് പാലിക്കുന്നത് എന്നടക്കമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനകളെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു ആനി രാജ ഇത്തരത്തിലൊരു മറുപടി ശശി തരൂരിന് നൽകിയത്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത് പാർട്ടിക്കും അദ്ദേഹത്തിനും കാര്യമായ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കുവാൻ സാധ്യതകൾ ഏറെയാണ് എന്ന് കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും ചില നേതാക്കന്മാരും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടുന്നത് ഇടതുപക്ഷമോ അല്ല പ്രതിപക്ഷമോ എന്നുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തിന് യാതൊരു പങ്കുമില്ല എന്ന് ശശി തരൂർ പറയുമ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകുകയാണ് ആനി രാജ.